നമസ്കാരം സുഹൃത്തുക്കളെ, കോഴിക്കോടിനടുത്ത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിന്റെ സ്വന്തം ഗവി ഓഫ് കോഴിക്കോട് എന്ന് പലരും വിളിക്കുന്ന വയലട വ്യൂ പോയിന്റിലേക്കാണ്. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് വഴിയിൽ കണ്ട കാഴ്ചകൾ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തി. പോകുന്ന വഴിയിൽ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ റോഡിൽ ഒരു പട്ടി. പക്ഷേ അതിന്റെ തൊട്ടടുത്ത് അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു എനിക്ക് മുന്നിൽ. കാഴ്ച മതിവരോളം ആസ്വദിച്ച ശേഷം വീണ്ടും മുന്നോട്ട് ചെന്നപ്പോഴാണ് നമ്മുടെ ചാമ്പങ്ങ, നമ്മുടെ നാട്ടിലേക്ക് ചാമ്പയ്ക്ക എന്നാണ് പറയാ, ചാമ്പങ്ങ കണ്ടത്. എത്രയാ ഉള്ളതെന്ന് അറിയോ? എന്റെ തൊട്ടടുത്ത് ഒരു ചേച്ചി ഒരു ചെറിയൊരു പീടിയ കച്ചവടം നടത്തുന്നുണ്ട്. ഇതിനേക്കാൾ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ അവിടെ. അത്രയും മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ മലനിരകളാണ് തൊട്ടുമുന്നിൽ. പോകും വഴിയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. ഒന്ന് മാത്രമല്ല, ഒരുപാട് വെള്ളച്ചാട്ടം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് തന്നെ ഒരു തട്ടുകടയുണ്ട്, ബേബി ചേട്ടന്റെ തട്ടുകട. ഇത് ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് നേരെ മുന്നോട്ട് അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രക്കിംഗ് ആണ്. ഇവിടെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പേർ പാർക്കിംഗ് ആണ്. പേർ പാർക്കിങ്ങിന് പൈസ മേടിക്കുന്ന ഒരു ലളിത ചേച്ചിയെ അവിടെ നിന്ന് കണ്ടു. കുറെ കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു അമ്മയായിരുന്നു. കുറെ കാര്യങ്ങളും കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കേട്ടു. ഞാൻ അങ്ങനെ ട്രക്കിംഗ് ആരംഭിച്ചു. ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ ഒരു കാട് വഴിയിലൂടെ നടന്നു പോകണം. ലെറ്റ്സ് ഗോ. ആദ്യത്തെ കുറച്ച് ചുവടുകൾ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ മുന്നോട്ടു പോകുന്തോറും കാഴ്ചകൾ കൂടുതൽ മനോഹരമാവുകയും ഓരോ വളവും ഇനി എന്തായിരിക്കും എന്ന കൗതുകം കൂടുകയും ചെയ്യും. വയലട വ്യൂ പോയിന്റിന്റെ തൊട്ടടുക്കിൽ തന്നെ എനിക്കൊരു റിസോർട്ട് കാണാൻ സാധിച്ചു. നമ്മുടെ കോഴിക്കോട്ടുകാരന്റെ റിസോർട്ടാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. നല്ല ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. അതിനും മനോഹരമാണ് അതിന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി. അങ്ങനെ വീണ്ടും ട്രെക്കിംഗ് ആരംഭിച്ചു. നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ നടക്കാൻ. അതുപോലത്തെ കയറ്റമാണ് വഴിയും. പിന്നെ ഇവിടെ മുമ്പേ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല. തികച്ചും ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താറായിരിക്കുകയാണ് ഗൈസ്. ആ നിമിഷം വന്നെത്തി. ഇതാണ് വയലട വ്യൂ പോയിന്റ്. ഇവിടത്തേക്ക് എത്താൻ കോഴിക്കോട് ടൗണിൽ നിന്ന് 41 കിലോമീറ്ററും ബാലുശ്ശേരി ടൗണിൽ നിന്ന് വെറും 17 കിലോമീറ്ററും മാത്രമാണ് ദൂരം. പലരും ഇതിനെ കോഴിക്കോടിന്റെ ഗവി എന്നും മലബാറിന്റെ ഊട്ടി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാകും. അത്രയും മനോഹരമാണ് കാഴ്ച. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ 360 ഡിഗ്രി പനോരമിക് വ്യൂ തന്നെയാണ്. ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും പ്രകൃതിയുടെ മനോഹരമായ മറ്റൊരു ചിത്രം കണ്ണിൽ പതിക്കും. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫർമാർക്കും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും പ്രിയപ്പെട്ട സ്ഥലമാണ് വയലട.
ഇവിടെയുള്ള തണുത്ത കാറ്റും നിശബ്ദതയും ഈ കാഴ്ചയെ കൂടുതൽ മനോഹരമാക്കുന്നു. കുറച്ചു സമയം ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ തിരക്കുകളും മറന്ന് പ്രകൃതിയെ ആസ്വദിച്ചിരിക്കാനാണ് തോന്നുക. ഇവിടത്തെ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഈ ഒരു പാറ. ഇതിന്റെ മുകളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ് വയലട വ്യൂ പോയിന്റ്. നിർഭാഗ്യവശാൽ മഴക്കാറുള്ളതിനാൽ എനിക്ക് ഇവിടുന്ന് സൂര്യാസ്തമയം കാണാൻ സാധിച്ചില്ല. 7 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷേ കാണാൻ സാധിച്ചില്ല. പിന്നെ ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. പിന്നെ ഈ മുള്ളു പോലെയുള്ള ഈ പാറ കാരണം ഇതിനെ മുള്ളംപാറ എന്നും വിളിക്കാറുണ്ട്. ശരിക്കും അറിയപ്പെടുന്നത് വയലട എന്നാണെങ്കിലും ഇത് ലോക്കൽ നെയിമാണ് മുള്ളംപാറ. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ ഏറ്റവും ബെറ്റർ സ്വന്തം വണ്ടിയാണ്. കാറും ബൈക്കും ഒക്കെ സുഖമായിട്ട് ഇതിന്റെ താഴെ വരും. പിന്നെ കുറച്ച് നമ്മൾ ട്രക്കിംഗ് ചെയ്യണം. ഇനി അല്ലാതെ ബസ്സിൽ വരുന്നവർക്ക് കോഴിക്കോട് നിന്ന് ബാലുശ്ശേരിയിലേക്കും ബാലുശ്ശേരിയിൽ നിന്ന് വയലടയിലേക്കും ബസ്സുണ്ട്. പിന്നെ വയലടയിൽ നിന്ന് വ്യൂ പോയിന്റിലേക്ക് ഓട്ടോറിക്ഷ ലഭ്യമാണ്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നമ്മൾ ട്രക്കിംഗ് ചെയ്യണം. അങ്ങനെയും എത്താം. ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ അതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള മനോഹര സ്ഥലങ്ങളും യാത്രകളും കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.